ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റൊട്ടിക്കും ചോറിനും പൂരിക്കുമൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു നല്ല ശരീരത്തിന് വളരെ ഗുണമുള്ളതും ഒക്കെയായ ഒരു വെറൈറ്റി കറി നമുക്കിന്ന് ഉണ്ടാക്കാം. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 250 ഗ്രാം പാലക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പാലക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പേ വെച്ച് അതിൽ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 100% വിറ്റാമിൻ അയൺ അടങ്ങിയതാണ് പാലക്ക്. എന്നിട്ട് നമുക്ക് ഈ പാലക്ക് അതിലേക്കിട്ട് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ ഇത് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇപ്പോൾ അത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അത് വെന്തിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. പുഴുങ്ങിയപ്പോൾ അതിൻ്റെ ഗുണമെല്ലാം വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിത് കോരിയെടുത്ത് ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് ഈ വെന്ത പാലക്ക് പകുതി എടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. പകുതി നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ നമുക്ക് ഉപയോഗിക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. അരച്ചെടുത്ത പാലക്ക്, 2 സ്പൂൺ കടലമാവ്, 2 തക്കാളിക്ക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ തൈര്, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കസൂരി മേത്തി 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടപ്പേ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അസ്ഥിക്ക് ബലം കിട്ടുവാനും നമ്മുടെ കണ്ണിന് കാഴ്ച കിട്ടുവാനും ഒക്കെ പാലക്ക് നമ്മളെ സഹായിക്കുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ജീരകം ഇട്ടു. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുവാനും നമ്മുടെ ശരീരത്തിലെ അയണിൻ്റെ കുറവ് പരിഹരിക്കാനും ഒക്കെ നല്ലതാണ് പാലക്ക്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു നല്ല പച്ചിലക്കറിയാണ് പാലക്ക്. കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിന് ഇത് വളരെയധികം നല്ലതാണ്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് മൂക്കാൻ കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കടലമാവിൽ പഞ്ചസാരയുടെ അംശം ഒട്ടും തന്നെ ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ തക്കാളി അതും ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. തക്കാളി ഒരുപാട് നമുക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ആ പാലക്കിൻ്റെ വെള്ളം വേവിച്ചിട്ട് വെച്ചിരുന്ന വെള്ളം അത് നമുക്കിതിലേക്ക് സ്വല്പം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് വേവാൻ കൊടുക്കാം. നമ്മൾ അരയ്ക്കാതെ കുറച്ച് പാലൊക്കെ മാറ്റി വെച്ചിരുന്നില്ല, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച പാലക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ അടിയിൽ പിടിക്കാതെ അത് ചെറുതായിട്ട് ഒന്ന് ഇളക്കണം. തീ കുറച്ച് വെച്ച് വേണം ഇളക്കിക്കൊണ്ടിരിക്കുവാനായിട്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് 1 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പേ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ മൂപ്പിച്ചിടാം. വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ മൂപ്പിച്ചത് ഞാൻ അതിൻ്റെ നടുവിലേക്ക് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ലസൂണിയ പാലക്കിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇതെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. വീഡിയോ കണ്ടതിന് താങ്ക് യു.